أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن نبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين. واسأل القرية التي كنا فيها والعير التي يقبلنا فيها وإنا لصادقون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച മആദല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ഫ്രൈസിനെ കുറിച്ചുള്ള ഒരു കോണ്ടക്സ്ച്വൽ മീനിങ്, അതൊരു 3 അർത്ഥം പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അത്ര വിശദീകരിക്കാൻ വിട്ടുപോയതാണ്. മാത്രമല്ല സമയം വളരെ അധികരിച്ചതുകൊണ്ട് കൂടിയാണ് അത് അത്രയും പറയാതെ പോയത്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ അള്ളാഹുവിൽ അഭയം എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുന്ന ഒന്നാമത്തെ പോയിന്റാണ്. 3 ഒബ്സർവേഷൻ ആണ് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, യൂസുഫ് അലൈഹിസ്സലാം ഈ മആദല്ലാ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ മുസ്ലിം സൊസൈറ്റിയിലാണ്, അല്ലെ? ഒരു അമുസ്ലിം സൊസൈറ്റിയിലാണ് അദ്ദേഹം ഈ മആദല്ലാ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അള്ളാഹുവിൽ അഭയം എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പബ്ലിക് ഓഫീസിലിരിക്കുന്ന ഒരു പൊതു ഭരണകർത്താവായിട്ടുള്ള ഇദ്ദേഹം അത് പറയുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ള മീനിങ് ഉണ്ട്. അതായത് അദ്ദേഹം ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു ദഅവ നടത്തുകയാണ്, അല്ലെ? കാരണം സാധാരണഗതിയിൽ അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് എൻവയൺമെന്റിൽ ആളുകൾ ചിലപ്പോൾ ബിസ്മി ചൊല്ലിയിട്ടോ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല സാധാരണഗതിയിൽ ഒരു മീറ്റിംഗ് ഒക്കെ തുടങ്ങുക. അവർ ഗുഡ് മോർണിംഗ്, അല്ലെ, ഒരു എന്നൊക്കെ അതൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ അതൊക്കെ അതിര് കടന്നിട്ട് പിന്നെ നമ്മുടെയൊക്കെ ഈ ഒരു മുസ്ലിം രാജ്യത്തിൽ പോലും ഒരുപാട് പിന്നെ ഈ പാശ്ചാത്യ സംഗതികൾ അങ്ങനെ തന്നെ ഈവൻ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഹലോവിൻ പോലത്തെ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുന്ന ആളുകൾ, പിന്നെ ഇവിടുത്തേക്ക് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ വരെ അത്തരം സംഗതികൾ കൊണ്ടാടുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു ആഘോഷത്തിലേക്കും അവരുടെ ആഘോഷത്തെ സ്വന്തം ആഘോഷം പോലെ ഏറ്റെടുത്ത് നടന്നു. അപ്പൊ അവരുടെ ആഘോഷത്തിൽ അവർ വിഷ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അവരുടെ ആഘോഷം സ്വന്തം ആഘോഷമായിട്ട് ഏറ്റെടുക്കുകയും അതിലൊരു അഭിമാനം കണ്ടെത്തുകയും ചെയ്യാം. അങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനെ കൂടി നമ്മൾ മുന്നിൽ വെച്ചിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. ഇപ്പൊ യൂസുഫ് അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ തൻ്റെതായിട്ടുള്ള ഒരു മുസ്ലിം വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ അടയാളങ്ങൾ, ഇപ്പൊ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു മീനിങ് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായെങ്കിൽ കൂടി അദ്ദേഹം അത് പറയുന്നു, അത് പ്രകടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ വ്യക്തിത്വത്തെ, ഒരു മുസ്ലിം വ്യക്തിത്വത്തെ, മുസ്ലിം ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പണി അദ്ദേഹം ചെയ്യുന്നു. അത് അദ്ദേഹം മുറുകെ പിടിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ പാഠമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ മുസ്ലിം വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് നമ്മളൊരു മടിയും കാണിക്കേണ്ടതില്ല. അതൊരു അരോചകമായിട്ടോ അല്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ടോ എന്തോ നമ്മുടെ ഒരു
പിന്നെ എന്താ പറയുക, അപകർഷതാബോധത്തിന്റെ ഭാഗമായിട്ട് അതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമുക്ക് പ്രകടിപ്പിക്കേണ്ട സന്ദർഭത്തിൽ പ്രകടിപ്പിക്കേണ്ട അളവിൽ മറ്റുള്ളവർക്ക് നമുക്കൊരു ദഅവാമുഖം കാണിച്ചു കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രയോഗിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, യൂസുഫ് അലൈഹിസ്സലാം ഇപ്പൊ നോക്കൂ, ആ ജയിലിൽ വെച്ച് ആ ജയിൽവാസികളോട് പറഞ്ഞ ഒരു സംഗതി അത് തന്നെയാണല്ലോ. ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ് വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അല്ലെ? ഞാൻ ഒരു ഈ ജനതയുടെ, അതായത് ആ ഈജിപ്തിലെ ആ ജനതയുടെ മാർഗം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല, അവർ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്റെ വ്യക്തിത്വം ഇതാണ്, എന്റെ വിശ്വാസം ഇതാണ് എന്ന് വളരെ ഉറപ്പിച്ച് അദ്ദേഹം പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് കൂടി അതിനുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ സംഗതി, ഈ എപ്പോഴാണ് ഈ മാതല്ല പറയുന്നത്, ഈ പിന്നെ ഞങ്ങൾക്ക് അല്ല, അവന് പകരം, ബിന്യാമീന് പകരം ഞങ്ങളിൽ ഒരാളെ പിടിച്ചു വെക്കണം എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ അതൊരു സ്കീമാണ്. ആ സ്കീം അള്ളാഹു എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കുന്നു, ഈ വിഷയത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മറിച്ച് ഞാൻ ചെയ്യുന്നത് വളരെ കൃത്യമായും നിയമം അനുസരിച്ചാണ്. പിന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ആൻ ആർഗ്യുമെന്റ്, ഐ ആം ഡൂയിങ് സംതിങ് സ്ട്രെയിറ്റ് എന്നുള്ള അർത്ഥത്തിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം, അധികാരത്തിലും പൊസിഷൻസിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ വഴിവിട്ട് പിന്നെ അവരുടെ അധികാരം ഉപയോഗപ്പെടുത്തി ആ നിയമത്തിനെ ലംഘിക്കുന്നതിനോ അല്ലെങ്കിൽ നിയമത്തിന് അപ്പുറത്ത് വലതൊക്കെ ചെയ്യുന്നതിനോ കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന ഒരു മെസ്സേജ് അതിലുണ്ട്. അതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ. മൂന്നാമത്തെ ഒബ്സർവേഷൻ പിന്നെ എന്താണ്, ഇവിടുത്തെ നിയമം എന്താണ്? നിയമം മറ്റൊരാളെ പണിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ വസ്തു, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വസ്തു ആരുടെ ബാഗിലാണോ കണ്ടത് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പണിഷ് ചെയ്യേണ്ടത്. ഈ പണിഷ് ചെയ്യുക എന്നുള്ളത് നിയമത്തിന്റെ ഒരു കണ്ണിലൂടെ മാത്രമല്ല ഞാൻ നോക്കിക്കാണുന്നത്, മറിച്ച് എന്റെ മുന്നിൽ എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. ഞാൻ ഈ നിയമം പാലിക്കുന്നതിലൂടെ, ഈ നിയമം ഞാൻ പാലിക്കുന്നതിലൂടെ ഞാൻ ശരിക്ക് അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമം അല്ലെങ്കിൽ അള്ളാഹുവിനെ വിട്ട്, അള്ളാഹുവിന്റെ മാർഗം വിട്ട് ഞാൻ ഈ നിയമത്തെ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം, ഒരു മുസ്ലിം ഒരു രാജ്യത്തെ നിയമം മാനിക്കും. പക്ഷെ ആ നിയമം മാനിക്കുന്നത് ആ നിയമം അതായതുകൊണ്ട് കൂടി മാത്രമല്ല, ആ നിയമം മാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് കൂടി തുല്യമായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമമായി അനുസരിക്കേണ്ട ശക്തി അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമായി മറ്റേതൊക്കെ നിയമങ്ങൾ ഭൂമിയിലുണ്ടോ അതൊക്കെ നമ്മൾ അനുസരിക്കും. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ അനുസരിച്ച് പോയേക്കാം, പക്ഷെ മനസ്സുകൊണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കില്ല. അതാണ് ആ ആദല്ല പറഞ്ഞതിന്റെ മറ്റൊരു പർപ്പസ്. ഈ 3 ഒബ്സർവേഷനാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഇനി നമ്മൾ ഈ പാഠത്തിലേക്ക് വരാം. അതിനെക്കുറിച്ചൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചോളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഫലമസ്തൈ അസൂ മിൻഹു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 80, 81, 82 ആയത്തുകളാണ്. അപ്പം 80-ാമത്തെ ആയത്തില് ഫലമസ്തൈ അസുമിന്, ഞാൻ മൊത്തം ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോകുന്നില്ല, കാരണം അപ്പോൾ കുറച്ചധികം സമയം വേണ്ടി വരും. ഓരോ ആയത്ത് അല്ലെങ്കിൽ ഓരോ മീനിങ് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ച് പോവുകയാണ് ചെയ്യുക. ഫലമസ്തൈ അസൂ മിൻഹു, യഇസ എന്ന് പറഞ്ഞാല് ശരിക്കും നിരാശപ്പെട്ടു എന്നാണ്. യഇസ, യഇസ് എന്ന് പറഞ്ഞാൽ നിരാശ. യഊസ് എന്ന് പറഞ്ഞാൽ നിരാശൻ, ഡെസ്പറേറ്റ്, ഡിസപ്പോയിന്റഡ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ ഫലമായ ഇസു എന്ന് പറഞ്ഞാൽ മതി അവിടെ. പക്ഷെ അത് പറയാതെ ഇസ്തൈ അസ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മുബാലകയാണ്. മുബാലക എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അവര് പരസ്പരം ഈ പിന്നെ അതിന്റെ ഫുൾ മീനിങ് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ അർത്ഥത്തിലേക്ക് വരാം. ഫലം അസ്തൈ അസു മിൻഹു, അങ്ങനെ അവർ ഈ അസീസ്, അതായത് ഈ മന്ത്രി യൂസുഫ് അലൈഹി ഇസ്ലാമയുമായി സംസാരിച്ച് അവർക്ക് പൂർണ്ണമായും നിരാശ തോന്നിയപ്പോൾ ഖലസു, അവര് തനിച്ച് ഇരുന്നു. ഖലസുവിന് ഒരുപാട് മീനിങ് ഉണ്ട്, നമ്മളത് പറയാം. ഖലസു നജിയൻ, ഒരു രഹസ്യ സംഭാഷണത്തിന് വേണ്ടി, ഒരു കോൺഫിഡൻഷ്യൽ ഡിസ്കഷന് വേണ്ടി അവരെന്ത് ചെയ്തു? തനിച്ച് ഒരു ഭാഗത്ത് ഒന്നിച്ചിരുന്നു. അതാണ് അതിന്റെ മീനിങ്. ഫലം മസ്തൈ അസു മിൻഹു ഖലസു നജിയൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ സംഭവിച്ചെന്താ? ഇതുവരെ സംഭവിച്ചെന്താ? ബിനിയാമീൻ
മോഷണക്കുറ്റത്തിന് വേണ്ടി കുറ്റം ആരോപിക്കപ്പെട്ട് അവിടെ പിടിച്ചു വെച്ചു. അപ്പൊ അവര് ആദ്യം പറഞ്ഞു നോക്കി എന്ത്, ഇന്ന ലഹു അബൻ ഷേഖൻ കബീറ, ഒരു പിതാവുണ്ട്, വളരെ വയസ്സായിട്ടുള്ള വന്ധ്യനായ ഒരു പിതാവുണ്ട്, ആ പിതാവിനെ ഓർത്തെങ്കിലും അവനെ വിട്ടുതരണം. നടക്കൂല എന്ന് പറഞ്ഞപ്പോ ഫഹുദ് അഹദന മക്കാന, ഞങ്ങളിൽ ഒരാളെ എന്ത് ചെയ്യണം, പകരം പിടിച്ചു വെച്ചോ. പിന്നെ പറഞ്ഞു താങ്കൾ വളരെ നല്ല മുഹ്സിനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല അവർ പറഞ്ഞിട്ടുണ്ടാവുക, അവർ പല രൂപത്തിൽ കെഞ്ചി നോക്കിയിട്ടുണ്ടാകും അല്ലെ. അതുകൊണ്ടാണ് ഫലമ്മ ലമ്മ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലമ്മ ഉപയോഗിക്കുന്ന എപ്പോഴാ, തറാഹി അല്ലെ. എന്താ തറാഹി എന്ന് പറഞ്ഞാല്, തറാഹി എന്ന് പറഞ്ഞാൽ എന്താ, മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലമ്മ തറാഹിയെ സൂചിപ്പിക്കുന്നു. വെൻ, ഫൈനലി അല്ലെ, ഫൈനലി എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവിടെ ലമ്മ. ആ ഫായും കൂടെ പറഞ്ഞപ്പോ പിന്നെയും എന്നുള്ള അർത്ഥമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അവസാനം ഇസ്തൈ അസു, അവർ പൂർണ്ണമായും, അതാണ് മുബാലക. യഇസ എന്ന് പറയുന്നതിന് പകരം ഇസ്തൈ അസ എന്ന് പറയുന്നത് എന്താണ്, മുബാലക. മുബാലക എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ. അതായത് ഒരു വഴിയും അവരുടെ മുമ്പിലില്ല എന്ന് പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, പൂർണ്ണമായും അവർക്ക് നിരാശ ബാധിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അവർ ചെയ്തത്, മിൻഹു എന്ന് പറഞ്ഞാൽ ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിയെ കുറിച്ച്, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാം, അവർക്കറിയില്ല യൂസുഫ് ആരാണെന്ന്. ഈ മന്ത്രിയിൽ നിന്ന് ഇനി ഒരു നിലക്കും ബിനിയാമിനെ, സ്വന്തം സഹോദരനെ വിട്ടുകിട്ടില്ല എന്ന് പൂർണ്ണമായും അവർക്ക് ബോധ്യമായപ്പോ ഖലസു നജിയൻ, അവരെന്ത് ചെയ്തു, ഖലസു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെന്റ് ഇൻ ടു സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തമായ അവസ്ഥയിലേക്ക് പോകുക. തഖല്ലസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, അതുപോലെയാണ് അത്. ലഹസ, ഖലാസ് നമ്മൾ പറയാറില്ലേ, അറബിയിൽ പറഞ്ഞു മലയാളമായ വാക്കാണ് ഖലാസ്. എന്തല്ലേ, ഖലാസ്, കഴിഞ്ഞു, എല്ലാം പോയി കഴിഞ്ഞു, എല്ലാം തീർന്നു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവര് പൂർണ്ണമായിട്ട് ഫിനിഷ് എന്നുള്ള അർത്ഥമാണ്. ഫിനിഷ് എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാല് എല്ലാം പോയി കഴിഞ്ഞു, ഇത് മാത്രം, ഇനിയിപ്പോ ഒന്നും ബാക്കിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, എല്ലാം മാറിയിട്ട്, എല്ലാം ഒഴിഞ്ഞു വിട്ടിട്ട്, അത് എല്ലാ കാര്യങ്ങളെയും വിട്ടിട്ട് ഇവർ ഈ ഒരു കാര്യത്തിന് മാത്രം ഒഴിഞ്ഞിരിക്കുന്നു. അതാണ് മറ്റൊരു അർത്ഥം. തഹല്ലസ എന്ന് പറഞ്ഞാല് മറ്റ് കൺസേൺ ഒക്കെ അവർ വിട്ടുകളഞ്ഞു, മറ്റെല്ലാ പ്രശ്നങ്ങളും അവർ ഒഴിവാക്കി. ഓക്കെ, എന്നിട്ട് അവര്, അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവര് ഈ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറിയുന്നത്? കാരണം ഇവർക്ക് ഇതുവരെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു അല്ലെ. ആദ്യം വന്നപ്പോ രാജാവിന്റെ അടുത്ത ആളുകളാണ്, നിങ്ങൾ ഇനിയും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് തൂക്കം തരാം എന്നൊക്കെ രാജാവ് വാക്ക് കൊടുത്തു. പ്രത്യേകിച്ച് യൂസുഫ് അലൈഹി സ്വലാം അവർക്ക് വാക്ക് കൊടുത്താണ്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ടായിരുന്നു അവര്. പക്ഷെ ഇപ്പൊ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോയിട്ട് ദേ ആർ അക്യൂസ്ഡ്, വൺ ഓഫ് ദം ഹാസ് ബീൻ അക്യൂസ്ഡ്. അവരിൽ ഒരാള് കുറ്റം, കളവ് എന്ന് പറയുന്ന, തെഫ്റ്റ് എന്ന് പറയുന്ന, സ്റ്റീലിംഗ് എന്ന് പറയുന്ന ഒരു പണി നടത്തി എന്നത് ഒരു ബാഡ് റിമാർക്കായി അവരുടെ മുമ്പിൽ വന്നു. അപ്പൊ ഇനിയിപ്പോ അവര് പരസ്യമായിട്ട് കൂടി നിന്ന് ചർച്ച ചെയ്താൽ എന്താ സംഭവിക്കുക, അവര് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കപ്പെടും. ആളുകൾ ഇപ്പൊ തന്നെ അവർക്ക് ഒരു പേരിലൊരു കുറ്റമുണ്ട്, ഇനി എന്താണ് അടുത്തൊരു സ്കീം എന്താണ്, അങ്ങനത്തെ ഒരു പേര്, ദുരാരോപണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒറ്റയ്ക്ക് ഒരു ഹൈഡിങ് പ്ലേസിലേക്ക്, അല്ലെങ്കിൽ മറ്റെല്ലാവരിൽ നിന്നും ശ്രദ്ധ തെറ്റിച്ചിട്ടുള്ള ഒരു പ്ലേസിലേക്ക് അവർ പോയത് കേട്ടാ. ഓക്കെ, പിന്നെ അതാണ് അതിന്റെ രണ്ടർത്ഥങ്ങൾ. ഇനി നെജിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെജുവ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നെജുവ അല്ലെ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെജുവ, ഈ രഹസ്യ സംഭാഷണം. ഇപ്പോ പിന്നെ സൂറത്ത് തഹരീമിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാൻ അല്ലെ, നിങ്ങൾ അക്രമത്തിനും പാപത്തിനും വേണ്ടി, ശത്രുതയ്ക്ക് വേണ്ടി രഹസ്യ സംഭാഷണം നടത്തരുത്. വതനാജൗ ബിൽ ബിർരി വത്തഖ്വ, നിങ്ങൾ അഥവാ രഹസ്യ സംഭാഷണം നടത്തണമെന്നുണ്ടെങ്കിൽ പുണ്യവും അതുപോലെ തന്നെ തഖ്വയ്ക്കും വേണ്ടി, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയം, അതൊക്കെ പറയാൻ വേണ്ടിയ രഹസ്യ സംഭാഷണം പറയാൻ പറ്റുള്ളൂ. ഇന്നമൻ നജുവ മിന ശൈത്വാൻ എന്നാണ്. അതായത് 3 ആളുണ്ടെങ്കിൽ 2 ആൾ മാറി നിന്നിട്ട് സ്വകാര്യം പറയരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 3 ആളുണ്ടെങ്കിൽ 2 ആൾ മാറി നിന്നിട്ട് നജുവ നടത്തരുത്. കാരണം ഇന്നമൻ നജുവ മിന ശൈത്താൻ, അതാണ് അസല്, അടിസ്ഥാനം. 2 ആൾ സ്വകാര്യം അങ്ങനെ പറയുന്നത് പിശാജാണ്. പിശാജിന്റെ വാചകത്തിൽ, അല്ലെങ്കിൽ പിശാജിന്റെ പക്കൽ നിന്നുള്ള ഒരു പ്രവൃത്തിയാണ് അതെന്നുള്ളതാണ് അടിസ്ഥാനം. അതിൽ നിന്നാണ് ഈ നെജിയൻ വന്നത് എന്ന് പറഞ്ഞാൽ 2 രൂപത്തിൽ ആ നെജിയനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, അതൊരു മസ്ദറാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ ഈ നെജുവയുടെ ഒറിജിനൽ റൂട്ട് വേർഡാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അവർ ഫോർ ദ പർപ്പസ് ഓഫ് സീക്രട്ട് കോൺവെർസേഷൻ, ഈ രഹസ്യ സംഭാഷണത്തിന് വേണ്ടി അവർ മാറിയിരുന്നു. മനസ്സിലായോ? ഖലസു നജിയൻ. അപ്പൊ നജിയൻ ഒരു മസ്തറിന്റെ സ്ഥാനത്താണ്. മറ്റൊരർത്ഥത്തിൽ അത് നജിയ ഇസ്മായിട്ടാണ്, ഒരു നൗണായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഖലസു ഹും നജിയൻ, അവര് സംഭാഷണം നടത്തിക്കൊണ്ട് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ട് അവർ മാറിയിരുന്നു. അല്ലെങ്കിൽ ദേ ആർ സിറ്റിംഗ് ദർ ഡിസ്കസിങ് സീക്രട്ട്, സംതിങ് സീക്രട്ട്. മനസ്സിലായി? ചെറിയ വ്യത്യാസമുണ്ട്, സട്ടിൽ ഡിഫറൻസ്. അത് അത്ര വലിയൊരു ഇഷ്യൂ അല്ല. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, അവരൊരു പിന്നെ രാജാവിന്റെ അടുത്ത് നിന്ന് ഇനി ഒരു നിവൃത്തിയില്ല, ബിന്യാമിനെ വിട്ടുകിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവര് ഒരു സെക്ലൂഡഡ് പ്ലേസിലേക്ക്, ഒരു ഒറ്റപ്പെട്ട ഒരു കോർണറിലേക്ക് മാറി നിന്നു. അവിടെ മാറി നിന്നിട്ട് അവരെന്ത് ചെയ്തു? രഹസ്യമായി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ സംസാരിച്ചത്? കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ഖുർആൻ ഒറ്റ വാചകം ഉദ്ധരിക്കുന്നുള്ളൂ, അവസാനം അവർ പറഞ്ഞ വാചകം അത് മാത്രം. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് എന്താ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചല്ലോ, ബിന്യാമിൻ അവൻ സ്വാഭാവികമായിട്ടും കുറെ കുറ്റപ്പെടുത്തലും ഒക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതെന്താണെന്ന് വെച്ചാൽ കാല കബീറുഹും, അവരിലെ കബീർ എന്ന് പറഞ്ഞാൽ എന്താ? കബീർ നേരത്തെ പറഞ്ഞല്ലോ, മൂത്ത ആളെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? വലിയ ആള്. വലിയ ആളെന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജിൽ ഏറ്റവും എൽഡസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പറയാവുന്ന എന്താ? കബീർ. ഇപ്പോ വലുത്. വലുത് എന്ന് പറയുമ്പോ പല അർത്ഥത്തിൽ വലുപ്പമാകാം. ഒന്നുകിൽ ലീഡർ, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ലീഡർഷിപ്പ് ആയിട്ടുള്ള ഒരാളാകാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സൂറത്ത് അഹ്സാബില് സത്യനിഷേധികളെ കുറിച്ച് പരലോകത്ത് വെച്ചിട്ടുള്ള ഒരു വാചകം അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. സ്വർഗം നിഷേധിക്കപ്പെട്ട് നരകത്തിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പോകണം ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇന്ന അത്തഅന സാദത്തന വ കുബറാഅന, ഞങ്ങളുടെ കൂട്ടത്തിലെ സാദത്തന നേതാക്കന്മാരെയും കുബറാഅന വലിയ ആളുകളെയും തലമുതിർന്ന ആളുകളെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു? അനുസരിച്ചു. അപ്പൊ അത് വെറും വയസ്സുകൊണ്ട് മാത്രം മുതിർന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പ്രമുഖരെന്നൊക്കെ നമ്മൾ പറയൂലേ, ഡിഗ്നിറ്ററീസ്. ആ ഡിഗ്നിറ്ററീസ് ഒരു പക്ഷെ വയസ്സുകൊണ്ട് മാത്രം മുതിർന്ന ആളുകളാവില്ല, മറിച്ച് ഈ പ്രമുഖരെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കാറ്റഗറി. ഇവിടെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹം തകർത്തപ്പോ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം എന്താ നീ ചെയ്തെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി എന്താ പറഞ്ഞ? ആ വലിയവനോട് ചോദിച്ചു നോക്ക് അല്ലെ? വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്ക്. അപ്പൊ എന്താ, ആ വലിപ്പം കൊണ്ട് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ അവർ ആരാധിക്കുന്ന ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്ന അവനോട് ചോദിച്ചു നോക്കാൻ. അപ്പോൾ കബീറിന് അങ്ങനെ അർത്ഥമുണ്ട്. ഖുറാനിൽ പല രൂപത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാല കബീർഹും, അപ്പൊ അവരിലെ ഈ കാര്യങ്ങളൊക്കെ പല ഡിസിഷനും എടുക്കുന്ന ഏറ്റവും ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സഹോദരൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അലം തഅലമു, അലം തഅലമു, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അന്ന അബാക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ പിതാവ്, ഖദ് അഖദ അലൈക്കും, ഖദ് അഖദ അലൈക്കും, നിങ്ങളുടെ മേൽ എടുത്തിട്ടുണ്ട്. ശരിക്കും സാധാരണഗതിയിൽ ഖുർആനില് ഒരു 19 സ്ഥലത്ത് അഖദ പറഞ്ഞിട്ടുണ്ട് ഈ കരാറെടുക്കുന്നതിനെ കുറിച്ച്. പക്ഷെ അവിടെ എല്ലാം മിങ്കും എന്നാ പറഞ്ഞ. അത് അഖദ മിങ്കും, നിങ്ങളിൽ നിന്നൊരു കരാർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഖദ് അഖദ അലൈക്കും, അത് ഞാൻ എന്തുകൊണ്ടാന്ന് വിശദീകരിക്കാട്ടോ. ആദ്യം ഈ മീനിങ് ഒന്ന് നോക്കുക. ഖദ് അഖദ അലൈക്കും മൗസിഖൻ, നിങ്ങളുടെ മേൽ നിങ്ങളുടെ പിതാവ് ഒരു കരാർ എടുത്തിട്ടുണ്ട്. മൗസിഖ് എന്ന് പറഞ്ഞാൽ കവനന്റ് അല്ല, ഒരു കവനന്റ്, ഒരു കരാർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, ഒരു ഒരു വാഗ്ദത്തം നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ പിതാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ വമിൻ ഖബ്ലു, അതുപോലെ ഇതിനു മുമ്പ് മാ ഫറത്തും ഫി യൂസുഫ്, യൂസുഫിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിര് കവിഞ്ഞത്. ഫറത്ത എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞു അല്ലെങ്കിൽ അതിക്രമം പ്രവർത്തിച്ചു. ട്രാൻസ്ഗ്രസ് എന്നുള്ള പദമാണ് ഫറത്ത, തഫ്രീദ്, ഇഫ്രാത്ത് എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ യൂസുഫിന്റെ വിഷയത്തിലാകട്ടെ നിങ്ങൾ ഇതിനു മുമ്പ് അതിരും കവിഞ്ഞിട്ടുണ്ട്. അതും വളരെ ഒരു ഗ്രാമറ്റിക്കൽ യൂസേജ് ആണ്. മാ ഫറത്തു ഫി, അത് ഞാൻ വിശദീകരിക്കാം. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലായി പോയാൽ മതി. എല്ലാം ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് ലേറ്റർ ഓൺ. ഒമിൻ ഖബ്ലു മാ ഫറത്തു ഫി. അപ്പൊ യൂസുഫിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇതിനു മുമ്പ്
കുറെ മുമ്പ് അതിര് കവിഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതാണ് ചോദിക്കുന്നത്. അപ്പോ എന്തൊക്കെയാ പറഞ്ഞ? ഒന്ന്, അലം തഅലമു അന്ന അബാക്കും, നിങ്ങളുടെ പിതാവ്, അല്ലെ, നിങ്ങളുടെ പിതാവ് എടുത്തിരിക്കുന്നു എന്താണ്? ഖദ് അഖദ അലൈക്കും മൗസിഖം മിൻ അല്ലാഹ്. ശരിക്കും ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺവെർസേഷൻ അവരുടെ ഇടയിൽ നടന്നു. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? നമ്മള് പിന്നെ പിതാവിന്റെ അടുത്ത് നിന്ന് ഒരു കരാർ കൊടുത്തിട്ടാണ് വന്നത്. എന്താണ് കരാർ കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾക്ക് മൊത്തമായിട്ടൊരു അപകടം പറ്റിയാലല്ലാതെ ബിന്യാമീന് മാത്രമായിട്ട് ഒരു അപകടം പറ്റിയിട്ട് നമ്മൾ തിരിച്ചു ചെല്ലൂല, അല്ലെ? അതായിരുന്നു പിന്നെ കരാർ. ഇപ്പൊ ഇവിടെ വാസ്തവത്തില് അങ്ങനെ ഒരു മൊത്തമായിട്ടൊരു അപകടം പറ്റിയിട്ടുണ്ടോ? വാസ്തവത്തിൽ പറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഇവരെ മൊത്തം യൂസുഫ് അലൈഹിസ്സലാം ആ അർത്ഥത്തില് നിങ്ങളൊക്കെ കുറ്റക്കാരാണ്. പക്ഷെ ഇവിടെ ഇപ്പോ കുറ്റം ചെയ്തെന്ന് പിടിക്കപ്പെട്ട ഒരാളെ മാത്രമേ നമുക്ക് പിടിച്ചു വെക്കാൻ അർഹതയുള്ളൂ. അപ്പോ ഒരു 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 പിന്നെ ഒരു ശിക്ഷണ നടപടി അവരുടെ മേൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് ഉള്ളതൊക്കെ പറയാം. പക്ഷേ ഈ മുതിർന്ന ആള്, ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്, അയാൾക്കൊരു വീണ്ടും വിചാരം ഉണ്ടാവാണ്. കാരണം ഇതിനു മുമ്പത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അയാൾ ഇതൊന്നും പറയൂല. നേരെ തിരിച്ച് വാപ്പാടെ അടുത്ത് ചെന്നിട്ട് എന്താ പറയാ, വാപ്പ പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞാ മതി. പക്ഷെ അത് പറയാതെ ഇദ്ദേഹം, ഈ മുതിർന്ന ആള്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ മനുഷ്യൻ, അയാള് മറ്റുള്ളവരെ ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓട് പിന്നെ ഒരു ഉറക്കെ അവരോട് ചോദ്യം ചോദിക്കാണ്. ഏഹ് പിന്നെ നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് അലം തഅലമു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ റിയലൈസ് ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം എല്ലാവർക്കും അറിയാലോ. സംഗതി കരാർ എടുത്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ അയാളുടെ മനസ്സിൽ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു സൂചന കണ്ടു തുടങ്ങുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിരുന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ തെളിവ്. അതായത് ഒരു പിന്നെ ആഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സന്ദർഭത്തിൽ പിതാവിനെക്കുറിച്ച്, പിതാവിനോട് ചെയ്ത കരാറിനെക്കുറിച്ച് ഓർമ്മ വരിക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അയാളുടെ മാറ്റത്തിൽ അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ വന്ന ഒരു സൂചനയാണ്. എന്ന് പറഞ്ഞാല് ഇതുവരെ നമ്മൾ പിതാവിനെ ലംഘിച്ചു, പിതാവിനെ ധിക്കരിച്ചു. നൗ ഐ കാൻ ഡു ദിസ് എനിമോർ. ഇനി എനിക്കിതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് ഒരർത്ഥത്തില് എന്താണ്, വളരെ ഈ മൗസിഖം മിനല്ലാഹ് എന്നുള്ളത് വാപ്പ പറഞ്ഞ അതേ വാക്കാണ്, അല്ലെ? എങ്ങനെയാ പിതാവ് പറഞ്ഞത്? യാക്കൂബ് അലൈഹിസ്സലാം ഇവരെ പറഞ്ഞയക്കുമ്പോ എന്താ പറഞ്ഞത്? ലൻ ഉർസിലഹു മഅക്കും ഹത്താ തുഅ്തൂനി മൗസിഖം മിനല്ലാഹ്. അത് പറഞ്ഞിട്ടാണ് യാക്കൂബ് നബി ഇവരെ പറഞ്ഞയക്കുന്നത്, അല്ലെ? എന്താ അതിനർത്ഥം? ലൻ ഉർസിലഹു മഅക്കും, ഈ ഈ ബ്രദറിനെ, ഈ ബിന്യാമീനെ ഞാൻ നിങ്ങളോടൊപ്പം പറഞ്ഞയക്കില്ല. ഹത്താ തുഅ്തൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവരുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്യുന്നത് വരെ. എന്ത്? മൗസിഖം മിനല്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിയുള്ള ഒരു കരാറ് നിങ്ങൾ എന്നോട് ചെയ്യുന്നത് വരെ ഞാൻ നിങ്ങളെ പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞു. അതേ വാക്കാണ് ഇദ്ദേഹം എക്കോ ചെയ്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖം മിൻ അല്ലാഹ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. അഖദ മിൻകും എന്നതാണ് ഏതാണ്ട് ഒരു 51 സ്ഥലത്ത് ഖുർആൻ ഈ ഇത്തരം പലതരത്തിലുള്ള കരാറ്, ഇപ്പൊ ഉദാഹരണത്തിന് വിവാഹ കരാറിനെ കുറിച്ച് മീസാഖൻ ഖലീല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ നിന്ന് കരാർ എടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കരാറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ മൗസിഖം മിൻകും, നിങ്ങളിൽ നിന്ന് കരാർ എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെയും സൂറത്തുൽ അറാഫിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ഖദ് അഖദ അലൈക്കും. അപ്പൊ അത് ശരിക്ക് പിന്നെ തഫ്സീറുകളിലൊന്നും നമുക്ക് അതിന്റെ ഒരു വിശദീകരണമായിട്ട് അങ്ങനെ കാണൂല. പക്ഷെ സ്വാഭാവികമായിട്ട് അതിന്റെ വാക്കർത്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, അദ്ദേഹം പറയുന്നത്, ഈ മുതിർന്ന ആള് പറയുന്നത്, ഈ കബീർ ആയിട്ടുള്ള, ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ മനുഷ്യൻ പറയുന്നത് എന്താ വെച്ചാല്, പിതാവിനോട് നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത ഈ കരാറ്, അത് നിങ്ങളുടെ മേൽ, ഇറ്റ് ഈസ് ഹാങ്ങിങ് ഓവർ യു, അത് നിങ്ങളുടെ തലക്ക് മുകളിൽ, നമ്മൾ ഈ ഡെമോക്ലസിന്റെ വാളെന്നൊക്കെ പറയൂലേ, ഡെമോക്ലസിന്റെ വാള് തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഈ ചെയ്ത കരാറ് നമ്മുടെ ഓരോരുത്തരുടെയും തലക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതാണ് അലം തഅലമു അന്ന അബാക്കും അത് അഖദ അലൈക്കും മൗസിഖം മിൻ അല്ലാഹ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള, അള്ളാഹുവിനെ മുൻനിർത്തിയുള്ള ഒരു കരാറ്. മാത്രമല്ല പിതാവ് ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്?
വല്ലാഹു ഫലമ്മ അത്തൗഹു മൗസിഖം മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തി അവരൊരു കരാർ ചെയ്തപ്പോൾ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത്? വല്ലാഹു അലാമാ നഖൂലു വക്കീൽ. നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ അള്ളാഹുവാണ് വക്കീല്, അള്ളാഹുവാണ് സാക്ഷി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു കുറ്റബോധമായിട്ട്, ഒരു പശ്ചാത്താപ ബോധമായിട്ട് അയാളുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ അവര് സംസാരിക്കേണ്ടതില്ല, സാധാരണഗതിയിൽ ഇത്തരം ഒരു സംഭാഷണത്തിന് പ്രസക്തിയില്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു പിന്നെ പശ്ചാത്താപത്തിന്റെ സൂചന കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് വമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ്, യൂസുഫിനോട് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത ആ സംഗതി. എന്നോടാ ചോദിച്ചോ ആരെങ്കിലും? ഇല്ല, ഓക്കെ. യൂസഫിനോട് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യം, അതിൽ ആ മാ ഫറത്തും എന്നുള്ള അതിന്റെ ഗ്രാമർ ഞാൻ പിന്നീട് കുറച്ചും കൂടെ പിന്നീടത്തേക്ക് വെക്കാട്ടോ. അതിന്റെ മീനിങ് ആദ്യം ആശയം ഒന്ന് ക്ലിയർ ആയി പോട്ടെ, അതിന് ശേഷം നമ്മൾ ആ മാ ഫറത്തും ഫി യൂസുഫ് എന്നതിലെ ഗ്രാമറിലേക്ക് വരാം. അപ്പോ യൂസുഫ് അലൈഹിസ്സലാമിയോട് യു ഡോണ്ട് നോ വാട്ട് ഡിഡ് യു ഡു വിത്ത് യൂസുഫ്, യു ഡോണ്ട് നോ ദാറ്റ് യു ഹാവ് ടേക്കൻ എ കവനന്റ് ഫ്രം അല്ലാഹ് ദാറ്റ് ഈസ് ഹാങ്ങിങ് ഓവർ യു. നിങ്ങളുടെ അതായത് രണ്ട് കാര്യമാണ് അയാൾ എടുത്തു പറയുന്നത്. ഒന്ന് എന്താണ്? പിതാവിനോട് നമ്മൾ ഒരു കരാർ ചെയ്തിരിക്കുന്നു. രണ്ട്, യൂസുഫിനോട് മുമ്പ് നമ്മൾ ഒരു തെറ്റ് ചെയ്തതാണ്. ഇതിന് തൊട്ട് മുമ്പ് അവർ യൂസുഫിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഈ സംഭാഷണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? അവര് എന്താ പറഞ്ഞത്? ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, അല്ലേ? എന്താ പറഞ്ഞത്? അവൻ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ട്. യൂസുഫിനെ കുറിച്ച് മോഷ്ടാവെന്ന് കുറ്റപ്പെടുത്തിയ അതേ ആളുകളാണ് ഇപ്പോ പറയുന്നത്, നമ്മൾ മുമ്പ് യൂസുഫിനോട് ചെയ്തത് ഇത്തിരി അതിര് കവിഞ്ഞു പോയിട്ടില്ലേ എന്ന ഒരു കുറ്റബോധം അവർക്കുണ്ടാകുന്നു. സോ ദാറ്റ് മീൻസ് അത് അവരുടെ ഒരു എന്താ പറയാ പിന്നെ ഒരു മാറ്റത്തിന്റെ പശ്ചാത്താപം അവരിൽ ഉണ്ടായി വരുന്നു എന്നതിന്റെ തെളിവാണ്. നമുക്ക് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇപ്പൊ നമ്മളിപ്പോ ഈ വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഖുർആൻ ഇങ്ങനെ എക്കോ ചെയ്യുന്നുണ്ട്, അല്ലെ? നേരത്തെ മൗസിഖം മിനല്ലാഹ് എന്ന് പിതാവിന്റെ ആ വാക്ക് അങ്ങനെ തന്നെ ഇദ്ദേഹം എടുത്തു പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്ത്? മാ ഫറത്തും ഫി യൂസുഫ്. ഇതേ വാചകം യാക്കൂബ് നബി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ? എന്താണ്? ഞാൻ അമിൻതും ലഹു ഖബല ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ, അല്ലെ? ഇതിനു മുമ്പ് ഇവന്റെ സഹോദരനെ കുറിച്ച് ഞാൻ എത്രമാത്രം നിർഭയനായ, അതുപോലെ തന്നെയല്ലേ എനിക്ക് ബിന്യാമിനെ കുറിച്ചും നിർഭയനാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതൊക്കെ ഇവരുടെ മനസ്സിൽ, ഇയാളുടെ പ്രത്യേകിച്ച് ഈ കബീർ ആയിട്ടുള്ള ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മനുഷ്യന്റെ മനസ്സിൽ വീണ്ടും വരുന്നു. എന്നിട്ട് പോകാൻ നേരത്ത് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് വല്ലാഹുൽ മുസ്തആനു അലാമാ തസിഫൂൻ. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലേ വല്ലാഹുൽ മുസ്തആനു അലാമാ തസിഫൂൻ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനെയാണ് ഞാൻ സഹായം തേടുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പേര് ഇദ്ദേഹം കൊണ്ടുവരുന്നു എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. എന്ന് മാത്രമല്ല അയാളുടെ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം തെറ്റിലാണ്. അതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം അതാണ് കേട്ടോ. നമുക്ക് ടേക്ക് അവേ, നമ്മളുടെ ഒരു പാഠം എന്താന്ന് വെച്ചാല് അള്ളാഹു ഒരു മനുഷ്യനെയും എത്ര തന്നെ തെറ്റിൽ ആണ്ടുപോയാലും, ഇപ്പൊ ഇവിടെ ശരിക്ക് ഇയാള് ഒരർത്ഥത്തിൽ വളരെ അയാൾ ആ പറഞ്ഞ വാചകത്തെ അള്ളാഹു ഉദ്ധരിക്കുന്നത് അയാളുടെ ഒരു നന്മയായിട്ടാണ്, ഒരു മഹിമയായിട്ടാണ് എടുത്തു പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ എത്ര തന്നെ തെറ്റ് ചെയ്യുന്ന ആളായാലും മരണം എത്തുന്നത് വരെ, മരണം അയാളെ പിടികൂടുന്നത് വരെ അയാൾക്ക് നന്നാവാനുള്ള, പശ്ചാത്തപിക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. ആ മരിക്കുന്നതിന് മുമ്പ് അയാൾ തന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കാനും തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനും അയാൾ രംഗത്ത് വന്നാൽ ആ പശ്ചാത്താപത്തെ അള്ളാഹു പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. അതാണ് ശരിക്ക്. ഇപ്പൊ നോക്കൂ, നമ്മള് ഈ കാഫറുകളെ കുറിച്ച് പറഞ്ഞെടുത്ത അള്ളാഹു സൂറത്ത് നൂറില് ഒരു ആയത്ത് പറയുന്നില്ല. എങ്ങനെയാണ് അത്? തെറ്റിൽ ആണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആണ്ടാണ്ട് പോകുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞാല് ഈ അടുത്തൊരു സംവാദം നടന്നല്ലോ, അല്ലെ? പിന്നെ ജബ്ബാർ മാഷും എം അക്ബറുമായിട്ട്. അതില് എം അക്ബർ ഉദ്ധരിച്ച ആയത്ത് അതാണ്, സൂറത്ത് നൂറിലെ ആ ആയത്ത്, അല്ലെ? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകുമ്പോ എന്താ സംഭവിക്കുക? ഇരുട്ടാണ്.
ഫി ബഹരിൻ ലുജ്ജിയൻ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബ്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞാൽ ഹത്ത ഇദ അഖ്റജ യദഹു ലം യഖദ് യറാഹ, ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയിട്ട് അയാൾ കൈ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കൈ കാണൂല, അത്രത്തോളം ഇരുട്ടാണ്. പക്ഷെ കാണില്ല എന്ന വാക്കല്ല അള്ളാഹ് പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? ലം യഖദ് യറാഹ, കാണാൻ അടുത്തിട്ടില്ല എന്നാണ്. അതായത് ഒരിത്തിരി ബാക്കിയുണ്ട് അവിടെ, വേണമെങ്കിൽ അയാൾക്ക് കാണാം. ആ പോയിന്റ്, ആ വാചകം സൂചിപ്പിക്കുന്നത് മനുഷ്യൻ തെറ്റുകളിൽ എത്ര ആണ്ടുപോയാലും, സമുദ്രത്തിന്റെ അടിത്തട്ട് പോലെ അല്ലെങ്കിൽ ഒരു സമുദ്രം കണക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലും, ആ തെറ്റിന്റെ ഏറ്റവും അഗാധതയിലേക്ക് മനുഷ്യൻ പോയാലും ഒരു ചെറിയ ലൈറ്റ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ലൈറ്റ് അള്ളാഹു സ്വീകരിക്കും. ആ ലൈറ്റിൽ നിന്ന് ആ ലൈറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് അയാള് നന്മയിലേക്ക് വരികയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരാളെ കുറിച്ച് അയാൾ ഇങ്ങനെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണും, അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ ആളാണെന്ന് ഇങ്ങനെ എല്ലാവരും വിചാരിക്കും. പക്ഷെ മരണത്തിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അയാൾ മരിക്കാൻ, അയാളുടെ ആയുസ്സിന്റെ അവസാനം എത്തുമ്പോൾ അയാൾ തെറ്റിൽ പോകും, ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് വീഴും. പിന്നെ ആ തെറ്റ് നിരന്തരം അയാൾ ആവർത്തിച്ച് അങ്ങനെ അയാൾ നരകത്തിന്റെ ആളായി തീരും. വേറൊരാള് തെറ്റിന്റെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, എല്ലാവരും അയാൾ നരകത്തിന്റെ ആളാണെന്ന് വിധി എഴുതും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കാണാം അയാൾക്ക് എന്ത് സംഭവിക്കുന്നു, അയാള് ഒരു നന്മയുടെ പാതയിലേക്ക് മാറുന്നു. ഒരു നന്മ ചെയ്യുന്നു, പിന്നെ നന്മ ചെയ്യുന്നു, അങ്ങനെ അയാള് സ്വർഗത്തിന്റെ ആളായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും അള്ളാഹു വിധി എഴുതൂല. ചില ആളുകള് ഈ വിധി എന്നുള്ള വിശ്വാസം എടുത്തിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ നന്മ ചെയ്യണം, നമ്മളെന്തിനാ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് ചില ചോദ്യങ്ങൾ കേൾക്കാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഈ യുക്തിവാദികളൊക്കെ, നവനാസ്തികരൊക്കെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് അള്ളാന്റെ മറുപടി, അള്ളാഹു എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവസരം കൊടുത്തിരിക്കണം. മരണം വരെ അവസരമുണ്ട്. പക്ഷെ മരണം തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപമില്ല. അപ്പൊ എങ്ങനെയാന്ന് അറിയാ? എപ്പോഴാ പശ്ചാത്തപിക്കേണ്ട? മരണം എത്തുന്നതിന് മുമ്പ് അല്ലെ? മരണം എത്തുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം വരെ കാത്തിരിക്കാം എന്നല്ലേ എന്റെ അർത്ഥം? അല്ല, ആണോ? അല്ല. കാരണം എന്താ? മരിക്കുന്നത് അറിയില്ലല്ലോ. മരണം എപ്പോഴാന്ന് നമുക്കറിയില്ല. സിമ്പിൾ ആൻസർ അതാണ്. എപ്പോഴാ മരിക്കാന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് പശ്ചാത്തപിക്കേണ്ട സമയം എപ്പോഴാ? ഇപ്പോ. ഈ നിമിഷം. കാരണം അടുത്ത നിമിഷം നമുക്കറിയില്ല. ഈ നിമിഷം നമ്മൾ പശ്ചാത്തപിക്കുമെങ്കിൽ നമുക്ക് അള്ളാഹ് പശ്ചാത്താപം സ്വീകരിക്കും. Why? Because we didn't come close to death. മാലം യുഗർഗ്. ഇന്നല്ലാഹ യഖ്ബലു തൗബത മാലം യുഗർഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹു തൗബ സ്വീകരിക്കും ഒരാള് മാലം യുഗർഗർ. ഗർഗർ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിയിലെത്തുന്ന ഇതിനാണ് പറയാ, തൊണ്ടക്കുഴിയിലെത്തുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ഈ മനുഷ്യന് അള്ളാഹു ആ അർത്ഥത്തിൽ അയാളുടെ ആ വാചകത്തെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പ്രതീക്ഷ എല്ലാ മനുഷ്യർക്കും, തെറ്റുകളിൽ ആണ്ടുപൂണ്ടു പോകുന്ന എല്ലാ മനുഷ്യർക്കും ഒരു പ്രതീക്ഷയുടെ വർത്തമാനം നൽകുകയാണ്. നിങ്ങൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇതുപോലത്തെ ഒരു ഫ്ലിക്കർ ഓഫ് ഹോപ്പ്, പശ്ചാത്താപത്തിന്റെ ഒരു സൂചന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശപിക്കരുത്. റസൂല് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ, തിന്മ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ശപിക്കരുത്. കാരണം എന്താ? നിങ്ങളുടെ മക്കളാണല്ലോ. ആ മക്കളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സംസ്കരണം, തർബിയത്ത്, അത് എവിടെയെങ്കിലുമൊക്കെ ബാക്കി കിടപ്പുണ്ടാവും. ഇപ്പൊ അവൻ ഒരു പക്ഷെ ധിക്കാരിയായിരിക്കും. ഇപ്പൊ ഒരു പക്ഷെ മാതാപിതാക്കളെ ധിക്കരിക്കുന്നവനോ, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനോ, നമസ്കരിക്കാത്തവനോ, നോമ്പ് നോക്കാത്തവനോ, ഇസ്ലാമിന് ഒരു വില കൽപ്പിക്കാത്തവനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ there can be a flicker of hope sometime in his life. അയാളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പശ്ചാത്താപത്തിന്റെ അണുകിരണങ്ങൾ കണ്ടേക്കാം, ഒരു നുറുങ്ങുവട്ടം കണ്ടേക്കാം. അതാണ് ഫ്ലിക്കർ. ആ ഫ്ലിക്കറിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. യാക്കൂബ് അലൈഹി ഇസ്ലാം ചെയ്തത് അതാണ്. ഈ മക്കള് തൻ്റെ ഒരു മകനെ കൊന്നു അല്ലെങ്കിൽ ഉപദ്രവിച്ചു, അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അവർക്കെതിരെ അദ്ദേഹം പ്രതികാര നടപടി എടുത്തിട്ടില്ല. മക്കളെ യാ ബനിയ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ആ മക്കളെ പറഞ്ഞയക്കാണ്. അതിന്റെ ഫലം ഇപ്പൊ കണ്ടു തുടങ്ങുന്നു. എന്താ കണ്ടു തുടങ്ങുന്ന? ഈ വലിയ ആൾക്ക്, അവരുടെ കൂട്ടത്തിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നു. അയാൾ പറയാണ്,
നിങ്ങളുടെ പിതാവ് നിങ്ങളിൽ നിന്നൊരു കരാർ എടുത്തത് ഓർമ്മയില്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് യൂസുഫിനോട് ചെയ്തത് അതിര് കവിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നില്ലേ? സോ വി നീഡ് ടു വെയിറ്റ് ഫോർ ദാറ്റ് മൊമെന്റ്. മനസ്സിലായോ? നമ്മൾ ആ ഒരു മൊമെന്റിന് വേണ്ടി ഒരാളെ കുറിച്ചും വിധി എഴുതരുത്. മദ്യപാനിയാവട്ടെ, മയക്കുമരുന്നിന്റെ അടിമയാകട്ടെ, എത്രത്തോളം മോശമായ മനുഷ്യരാകട്ടെ, ആരെക്കുറിച്ചും വിധി എഴുതിയിട്ട് നമ്മൾ വലിയ നല്ല ആളുകളായിട്ട് ചമയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം നമ്മുടെ തന്നെ കാര്യവും നമ്മുടെ തന്നെ ഭാവിയും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളാരും വലിയ സാലിഹ്യങ്ങളായിട്ട് അല്ല. ലാ തുസക്കു അംഫുസക്കും, ഖുറാൻ തന്നെ പറയുന്നതാണ്, ലാ തുസക്കു അംഫുസക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ വലിയ പിന്നെ തസ്കിയത്തുള്ള ആളുകളായിട്ട് കരുതരുത്. മറിച്ച് നമ്മളെല്ലാവരും തെറ്റുകാരാണ്, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. പക്ഷെ ഏത് തെറ്റിനും അവസാന നിമിഷം ഒരു മാറ്റം ഉണ്ടായേക്കാം. ഒരു പക്ഷേ അല്ലെ, പണ്ട് ഒരു 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 ഇമാമിന്റെ ഒരു കഥ പറയുമ്പോൾ പറയുന്നുണ്ട്, ഒരു കള്ളൻ ഭയങ്കരമായിട്ടുള്ള മോഷണമൊക്കെ നടത്തുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ അയാള് ഈ കൊള്ളസംഘത്തിൽ ഇയാൾ നമസ്കരിക്കുന്നത് കണ്ടു. അപ്പൊ ഈ ഇമാമ് അയാളോട് ചോദിച്ചു, നീ ഇത്ര വലിയ കൊള്ളം ഒക്കെ നടത്തുന്ന ആളാണ്, കൊലപാതകം ഒക്കെ നടത്തുന്ന ആളാണ്, പക്ഷെ നീ നമസ്കരിക്കണ്ടല്ലോ. അപ്പൊ ആ കൊള്ളക്കാരൻ അയാളോട് പറഞ്ഞു, ആ ഇമാമിനോട് പറഞ്ഞു, അതായത് ഇത് ഒരു കയറാണ്, ഈ നമസ്കാരം എൻ്റെ ഒരു കയറാണ്. അവസാനം എനിക്ക് ഈ കയറിൽ പിടിച്ചിട്ടെങ്കിലും രക്ഷപ്പെടാൻ എപ്പോഴെങ്കിലും പറ്റിയാലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂക്ഷിക്കുന്ന ഒരു കയറാണ്. അപ്പൊ ആ ഇമാമ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്, ഈ കയറ് നിന്നെ രക്ഷിക്കട്ടെ. അവസാനം ആ ഒറ്റ നമസ്കാരം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോകുന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയണ്ട, ഇയാളൊക്കെ എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം, എന്തൊക്കെയാ ചെയ്യണ, അല്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലേ നമ്മൾ. എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ എത്ര ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം, അയാളുടെ സ്വഭാവം ഇന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ആരെക്കുറിച്ചും നമ്മൾ വിധി എഴുതരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠം. അള്ളാഹു അങ്ങനെ വിധി എഴുതിയിട്ടില്ല. അള്ളാഹു ആ അർത്ഥത്തിൽ ഈ മനുഷ്യന്റെ മഹത്വത്തെ എടുത്തു പറയണം. ഓക്കെ, ഇനി ഇയാൾ പറയുന്നത് എന്താ? ഫലൻ അബ്രഹൽ അർല, ഞാന് ഈ നാട് വിട്ടുപോകില്ല. ഫലൻ അബ്രഹൽ അർള്, അർള് എന്ന് പറഞ്ഞാൽ മിസ്ർ. ഈ മിസ്രിൽ നിന്ന് ഞാൻ ഒരിക്കലും പോകില്ല. അബ്രഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്, ഞാൻ ഐ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ദിസ് വേൾഡ്. അപ്പോൾ ഇവിടെ അതും പറയുന്നതിന്റെ ഒരു ഉദ്ദേശം, പിന്നെ പിതാവ് പറയുന്നുണ്ടല്ലോ, ഇല്ലാ അൻ യുഹാത്തബിക്കും, നിങ്ങളെ വലയം ചെയ്താലല്ലാതെ. അപ്പൊ ആ അർത്ഥത്തിലാണ് അത് പിന്നെ ഓർമ്മ വെച്ചിട്ടാണ് ഇയാള് ഫലൻ അബ്രഹൽ അർള് എന്ന് പറഞ്ഞത്. എന്താ, ഇങ്ങോട്ടാണോ? അല്ല, ഓക്കെ. പിന്നെ അടുത്തത്, ശരിക്കും ഈ സന്ദർഭത്തിൽ വേണമെങ്കിൽ ഈ ഒരു വാചകം മുൻനിർത്തിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിൽ പോകാം. എന്തുകൊണ്ട്? കാരണം അവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ബോധപൂർവം ബിന്യാമിനെ അവർ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ അയാളുടെ മനസാക്ഷി അയാൾക്ക് അതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ പിന്നെ എന്നിട്ട് എന്താ പറയുന്നത്? ഫലൻ അബ്രഹൽ അർള, ഞാൻ ഈ നാട് വിട്ടു പോവുകയില്ല. ഹത്താ യഅ്ദന ലി അബി, ഒന്നുകിൽ എനിക്ക് എൻ്റെ പിതാവ് അനുവാദം തരണം. അതിന യഅ്ദനു എന്ന് പറഞ്ഞാൽ അനുവാദം തരിക, കേട്ടാ. ഉദൂൻ എന്ന് ചില സ്ഥലത്ത് ചില നാടുകളിൽ വിസയ്ക്ക് പറയും, പെർമിഷൻ എന്നുള്ള അർത്ഥത്തിലാണ്, പെർമിറ്റ്. ഉദൂന് അതാണ്. അപ്പൊ ഹത്താ യഅ്ദന ലി അബി, എൻ്റെ പിതാവ്, എൻ്റെ വാപ്പ എനിക്ക് ഒന്നുകിൽ അനുവാദം തരണം. ഔ യഹ്കും അല്ലാഹുലി, അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ കാര്യത്തിൽ ഒരു വിധി കൽപ്പിക്കണം. അതുവരെ ഞാൻ ഈ നാട് വിട്ടു പോവുകയില്ല. വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അവൻ ആ അള്ളാഹു ആകട്ടെ ഖൈറുൽ ഹാക്കിമീൻ, ഏറ്റവും നല്ല വിധികർത്താവാണല്ലോ. നോക്കൂ, ഇതും ആ പിതാവിന്റെ ഒരു വാചകത്തിന്റെ എക്കോയാണ്. കാരണം അത് പറഞ്ഞപ്പോ വാപ്പ പറയുന്നുണ്ട് അല്ലെ, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ അലൈഹി തവക്കൽതു. എന്തു പറഞ്ഞപ്പോ? ബിന്യാമിനെ കൊണ്ടുപോകുന്നതിന് ഇവർ കരാറ് പിന്നെ മൗസിഖ് മിനല്ലാ എടുത്തല്ലോ. ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, എന്ത്? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, എല്ലാ ഹുക്കുമും എല്ലാ വിധി കർത്താവും അള്ളാഹുവാണ്. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു. അലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരെല്ലാം അവനിൽ ഭരമേൽപ്പിക്കട്ടെ. അതിന്റെ സ്വാധീനം ഇപ്പോ ഈ മക്കളിൽ ഉണ്ടായി തുടങ്ങുന്നു. സോ പോയിന്റ് ഈസ്, മക്കളോട് പിതാക്കന്മാര് പറയുന്ന, മാതാപിതാക്കൾ പറയുന്ന ഇത്തരം ഉപദേശങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ അവർക്ക് ഉപദേശം ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഉപദേശങ്ങൾ അവരുടെ മനസ്സിൽ പിന്നീട് ആ നേരത്തെ പറഞ്ഞ ഫ്ലിക്കർ ഓഫ് ഹോപ്പ് ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ അത് പ്രതിധ്വനിക്കും, എക്കോ ആയിരിക്കും. ആ എക്കോയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. മക്കളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ലെക്ചർ, ഖുത്ബ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഇങ്ങനെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കണമെന്നല്ല. മറിച്ച് അവർക്ക് വേണ്ട ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ, നിർണായക ഘട്ടങ്ങളിൽ അവർ പഠിക്കാൻ പോകുമ്പോൾ, അവര് വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, അവര് വീട് വെക്കാൻ പോകുമ്പോൾ, അവർക്ക് അങ്ങനെയുണ്ടല്ലോ. അവരുടെ നിർണായക ഘട്ടങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായ ഗൈഡൻസ് മാതാപിതാക്കൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ ആ ഗൈഡൻസ് ഒന്നും അവര് തുടക്കത്തിൽ എടുക്കൂല. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. കാരണം കുട്ടികൾ സ്വന്തം കാലിലൊക്കെ നിൽക്കുമ്പോൾ അവരതൊന്നും എടുക്കാതെ പോകും. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് അതൊക്കെ ഓർമ്മ വരികയും അവരത് പ്രയോഗിക്കുകയും ചെയ്യും. പല കുട്ടികളും നമ്മൾ അങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. "എന്റെ വാപ്പ അന്നേരം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു" എന്നുള്ളതൊക്കെ. ഓക്കെ. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ 2 കാര്യവാ പറഞ്ഞത്. ഒന്നുകിൽ എനിക്ക് എന്റെ പിതാവ് അനുവാദം തരണം. അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു വിധി കൽപ്പിക്കണം. ആ വിധി കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലാകാം. ഒന്ന് എന്താണ്? ബിന്യാമീനെ ഏതെങ്കിലും നിലക്ക് യൂസുഫ് അലൈഹിസ്സലാം വിട്ടുതരണം. അങ്ങനെ വിട്ടുതരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? വരാം. അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഈ ഭൂമി കിടന്ന് ഞാൻ മരിച്ചോട്ടെ. അതാണ് യഹ്കും അല്ലാഹു ലി എന്ന് അയാള് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഓക്കെ. ഇനി നമ്മള് ആഹ് അഹദ അലൈക്കും ഞാൻ പറഞ്ഞു. ഇനി മാ ഫറത്തും അത് ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. മാ ഫറത്തും ഫി യൂസുഫ്. ഈ ഒമിൻ ഖബ്ൽ മാ ഫറത്തും ഫി യൂസുഫ്. ആ മാനെ കുറിച്ച് പിന്നെ ഗ്രാമർ കുറച്ച് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമറാണ്. നിങ്ങളിൽ മനസ്സിലാക്കുന്നവര് അറബി കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട. അല്ലെങ്കിൽ ബേജാറാവണ്ട. അതുകൊണ്ട് അർത്ഥത്തിനൊരു കുഴപ്പവും സംഭവിക്കില്ല. നമ്മളിത് ഈ ഖുർആന്റെ ആശയം ഗ്രഹിക്കുന്നതിന് ഒന്നും മാറ്റം വരില്ല. പക്ഷെ എനിക്കത് ഈ ഭാഗത്തായതുകൊണ്ട് അത് പറയണം എന്ന് തോന്നി. ഒന്ന്, ആ മാനെക്കുറിച്ച് പറയുന്നത് ഒമിൻ ഖബ്ലു അപ്പൊ ശരിക്കും അതിന്റെ അർത്ഥം നമ്മൾ വായിച്ചു നോക്കിയല്ലോ അല്ലെ? എന്താണ്? ഖാല കബീറുഹും അവരില് മുതിർന്ന ആള് പറയണ് അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖം മിനല്ലാഹ്. ഒരു കാര്യം അയാൾ പറയുന്നത് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മേൽ ഒരു കരാറ് എടുത്തിട്ടുണ്ട്. ഒമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ്. ഇതിനു മുമ്പ് യൂസുഫിനോട് നിങ്ങൾ ചെയ്ത അതിക്രമം അതും നിങ്ങൾ ഓർക്കണം. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ശരിക്ക് ഒമിൻ ഖബ്ലു ഫറത്തും ഫി യൂസുഫ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പിന്നെ എന്തിനാ മാ വന്നു? അതാണ് ചോദ്യം. അതാണ് ഗ്രാമറിന്റെ പ്രശ്നം. അപ്പൊ ഗ്രാമറും ആശയവും അതാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഒരു വിശദീകരണം ആ മാ സായിദയാണെന്നാ പറയാം. സായിദ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ലാത്ത മായാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മായാണ് എന്നാണ്. പക്ഷേ ഗ്രാമറിൽ അതിന് പിന്നെ എന്തുണ്ടാവൂല, ആ മാ സായിദ ആയിരിക്കാം. പക്ഷേ മീനിങ്ങിൽ അതിനൊരു അർത്ഥമുണ്ട്. അതെന്താന്ന് വെച്ചാല് വാട്ട് വയലേഷൻസ് യു ഡിഡ്. അതൊരു അർത്ഥത്തിൽ അയാൾ എന്ത് ചെയ്യാണ്? ഒരു യെല്ലിങ് നടത്തണം, ഒരു ഗർജിക്കാണ്. നിങ്ങൾ എന്ത് പണിയാണ് യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് എന്നതും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മനസ്സിലായോ? ഒരു എക്സ്ക്ലമേഷൻ ആണ് അത്. അതുകൊണ്ടാണ് മാ സായിദ മുബാലഗയാണ്, അതിന്റെ മീനിങ് മുബാലഗയാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുള്ളത്. സായിദ അല്ല, മറിച്ച് അത് മുബാലഗയാണ്. എന്ന് പറഞ്ഞാൽ വാട്ട് ഡിഡ് യു ഡു വിത്ത് യൂസുഫ് ബിഫോർ? മനസ്സിലാവുണ്ടോ പറയണ? അതായത് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന് എന്താ പറയണ? അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖം മിനല്ലാഹ്. അത് ക്ലിയർ ആണ് അല്ലെ? വാപ്പ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കരാർ എടുത്തിട്ടുണ്ട്. ഒമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ്. ഇതിനു മുമ്പ് യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കൂലേ? ചില വാക്കുകൾ നമുക്ക് അർത്ഥം പറയുമ്പോൾ നിങ്ങൾ യൂസുഫിനോട് എന്താണ് ചെയ്തതെന്നും നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് നമുക്ക് മലയാളത്തിൽ പച്ച മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊരു സംഭാഷണമാണല്ലോ, ഒരു ഡയലോഗാണല്ലോ. ഒരു ഡ്രാമയാണെങ്കിൽ എന്താ പറയാ? വളരെ നിർവികാരനായിട്ട് യൂസുഫിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ല, അങ്ങനെയാണോ പറയാ? അല്ലല്ലോ. കാരണം ഇയാള് ഒരു സോൾ സെർച്ചിങ് നടത്താണ്, പശ്ചാത്താപം നടത്താണ്. സോ വാട്ട് ഡിഡ് യു ഡു? വാട്ട് ദ ഹെൽ യു ഡിഡ് ഇൻ ദ കേസ് ഓഫ് യൂസുഫ്? അങ്ങനെ ചോദിക്കില്ലേ? ഒരു അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷനോട് കൂടി ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ മായാണത് എന്നാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം അത് മഫ്ഊലും ബിഹിയാണ്. അതായത് അലം തഅലമു, അതായത് പിന്നെ സബ്ജക്റ്റ് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് പറയുമല്ലോ. അപ്പൊ അലം തഅലമു നിങ്ങൾക്കറിയില്ലേ, മാ ഒരു കാര്യത്തെ കുറിച്ച്,
ഫറത്ത്. അപ്പൊ അലം തഅലമു എന്നതിലേക്ക് ചേർത്തിട്ടുള്ള അതിന്റെ മഫ്ഊലാണ് മാ എന്നതാണ് മറ്റൊരു വിഷയം. അതായത് ആദ്യം പറഞ്ഞത്, അതായത് 2 മഫ്ഊലുണ്ട് അതിന്. ഒന്നെന്താ? ആദ്യത്തെ മഫ്ഊൽ അലം തഅലമു അന്ന അബാക്കും, നിങ്ങളുടെ പിതാവ് ഒരു കരാർ എടുത്തിരിക്കുന്നു. രണ്ടാമത്തെ അലം തഅലമു മാ ഫറത്തും ഫീ യൂസുഫ മിൻ ഖബ്ൽ. അപ്പൊ അതിൽ മിൻ ഖബ്ലു എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ എന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ വിശദീകരണം അത്. അങ്ങനെയൊക്കെ മനസ്സിലായാൽ മതിട്ടോ. കുറച്ചൊക്കെ മനസ്സിലാവൂല. ചിലതൊന്നും മനസ്സിലാവൂല. എന്നാലും കുഴപ്പമില്ല. ഓക്കെ. മൂന്നാമത്തെ വിശദീകരണം, ഈ മാ എന്നുള്ളത്, മാ ഫറത്തും എന്നുള്ളത് അതൊരു മുബത്തതയാണ്. നിങ്ങൾ യൂസുഫിന്റെ വിഷയത്തിൽ ചെയ്ത കാര്യം എന്നത് ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ പ്രെഡിക്കേറ്റ് അലം തഅലമു എന്നതിലേക്ക് മടങ്ങുന്നു, നിങ്ങൾക്ക് അറിയില്ലേ എന്നതിലേക്ക് മടങ്ങുന്നു എന്നതാണ്. ഓക്കെ, എനിവേ, ഞാൻ ഈ ഗ്രാമർ പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട് ഒരു പക്ഷെ അത് അറിയുന്ന ആളുകളോട്. അങ്ങനെ അറിയേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പ്രത്യേകം നമുക്ക് പറയാം. അതല്ലെങ്കിൽ അത് അറിയേണ്ടതില്ലാത്ത വിധം നമുക്ക് വളരെ വ്യക്തമാണ്. 2 കാര്യമാണ് അയാൾ പറഞ്ഞത്. ഒന്ന്, പിതാവിൽ നിന്ന് നിങ്ങൾ ഒരു കരാർ എടുത്തിരിക്കുന്നു. 2, യൂസുഫിനോട് നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ അതിര് കവിഞ്ഞിരിക്കുന്നു. ഈ 2 പോയിന്റ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ ഇത്ര വിശദീകരിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഗ്രാമർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള ഗ്രാമറിന് പ്രത്യേകമായ മീനിങ് ഉണ്ട്. അതിന്റെ പ്രത്യേകിച്ച് സംഭാഷണങ്ങളിൽ നമ്മളിങ്ങനെ ഒരു കൂളായിട്ട് അർത്ഥം പറഞ്ഞു പോകുന്ന ഒരു ശൈലിയിലല്ല ഖുർആൻ അതിനെ അവതരിപ്പിക്കാൻ, മറിച്ച് ആ സംഭാഷണത്തിന്റെ ഗൗരവവും ആ സംഭാഷണത്തിന്റെ കോണ്ടെക്സ്റ്റും അതൊക്കെ കൂടെ ചേർത്തിട്ടാണ്. അല്ലാതെ ഖുർആനിലൊരു മാ സായിദ എന്ന് പറഞ്ഞാൽ ഒരു 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 അർത്ഥം പറയേണ്ടതില്ലാത്ത ഒരു മാ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു ഒരിക്കലും പറയൂലല്ലോ. അങ്ങനെയില്ല. മറിച്ച് അതിനെല്ലാം ഒരു ബലാഗയുണ്ട്, ഖുർആന്റെ ഒരു സാഹിതീയ ഭംഗിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഇനി ലൻ അബ്രഹൽ അർല, ഞാൻ ഈ വീട് വിട്ടു പോകൂല എന്ന് പറഞ്ഞല്ലോ. അതിൽ ബരീഹ് എന്ന് പറഞ്ഞാല് വേറൊരു പ്രത്യേക മീനിങ് ഉണ്ട്. അത് ദ സോയിൽ ദാറ്റ് മൂവ്സ് ഫാർ ആൻഡ് വൈഡിനാണ് ബരീഹ് എന്ന് പറയാ. അതായത് ഒരു മണ്ണ് പിന്നെ എല്ലായിടത്തേക്കും, നേരത്തെ നമ്മൾ അസീസ് പറഞ്ഞപ്പോ ഇസ്സത്ത് പറഞ്ഞത് സോയിൽ ദാറ്റ് ഡസൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞല്ലോ. ഷിഫ്റ്റ് ചെയ്യാത്ത, മൂവ് ചെയ്യാത്ത സോയിൽ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ബരീഹ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മൂവ്സ് ഫാർ ആൻഡ് വൈഡ്, വിശാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പിന്നെ സോയിലിനാണ് ബരീഹ് എന്ന് അറബി പറയാം. എന്ന് പറഞ്ഞാൽ ഞാന് പിന്നെ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ നിന്നോളാം, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടാ അത് പറഞ്ഞു. ഹത്താ യഅ്ദന ലീ അബി, ശരിക്കും പറയേണ്ടത് എന്റെ ഹത്താ യഅ്ദന അബി ലീ എന്നാ പറയേണ്ടത്. ഹത്താ യഅ്ദന ലീ അബി, ഹത്താ യഅ്ദന അബി ലീ, എന്റെ പിതാവ് എനിക്ക് അനുവാദം തരുന്നത് വരെ എന്നാ പറയേണ്ടത്. പക്ഷേ ലീ എന്നുള്ളത് ഇവിടെ മുത്തഖദ്ദിമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാ? അതായത് എന്റെ പിതാവ് എനിക്ക് പ്രത്യേകമായ അനുവാദം തരണം. മോനെ, നീ ചെയ്തത് കുറ്റമല്ല, നീ ചെയ്തത് തെറ്റല്ല, അതുകൊണ്ട് നീ തിരിച്ചു വന്നോ എന്ന് എനിക്ക് സ്പെസിഫിക് ആയിട്ട്, എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്കൊരു അനുവാദം തരണം. മൈ ഡാഡ് ഷുഡ് പെർമിറ്റ് മീ, ഹി ഷുഡ് ടേക്ക് മീ ബാക്ക് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നോക്കൂ, അബി എന്നാ പറഞ്ഞത് അല്ലെ. ഇതുവരെ എന്താ പറഞ്ഞ? അബാക്കും. ഇന്നലഹു അബുൻ, അബൻ അല്ലെ, അവനൊരു പിതാവുണ്ട്. ഇതിനു മുമ്പത്തെ നിങ്ങൾ അലം താലമു അന്ന അബാക്കും. പക്ഷെ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ എന്താ? ഹത്താ യഅ്ദന ലീ അബി, എന്റെ പിതാവ് എനിക്ക് അനുവാദം തരണം. അപ്പൊ സോ ദാറ്റ് മീൻസ് ഹി ഹാസ് നൗ റെപ്പൻഡഡ്, അല്ലെങ്കിൽ ഹി സ്റ്റാർട്ടഡ് ടു റെപ്പൻഡ്. പൂർണ്ണമായിട്ട് പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞുകൂടാ. പതുക്കെ പതുക്കെ പിതാവിന്റെ വികാരത്തെ അയാൾ ഉൾക്കൊണ്ട് പതുക്കെ പതുക്കെ പശ്ചാത്താപത്തിന്റെ സൂചനകൾ അദ്ദേഹം കാണിച്ചു തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. ഓക്കെ, ഇനി എന്നിട്ട് മൂപ്പർ പറഞ്ഞ എന്താ? ഇർജിഉ ഇലാ അബീക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇർജിഉ ഇലാ അബീക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാവിങ്കിലേക്ക് മടങ്ങിപ്പോണം. കാരണം അപ്പൊ വീണ്ടും അബീക്കും എന്ന് പറഞ്ഞു. എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ അബി എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്നോട് സ്പെസിഫിക് ആയിട്ട് പിതാവ് പ്രത്യേക സ്നേഹത്തോടു കൂടി എനിക്ക് അനുവാദം തന്നാലേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഈ ബാക്കിയുള്ള ബ്രദേഴ്സിനോട് ആള് പറയുന്നത് എന്താ? ഇർജിഉ, നിങ്ങൾ മടങ്ങിപ്പോകൂ, ഇലാ അബീക്കും, നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകൂ. ഫഖൂലു, എന്നിട്ട് നിങ്ങൾ പറയൂ, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വാപ്പ, ഇന്ന ബനക സറഖ്, ഇന്ന ബനക സറഖ്,
താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം വാചകം. ഇന്ന അഹാന സറഖ് എന്നല്ല പറഞ്ഞത്, ഇന്ന ബനക സറഖ്. അവിടെയും പിതാവിനിട്ട് ഒരു ചെറിയ കുത്തുണ്ട് അല്ലെ. എന്താ അത്? താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു, താങ്കൾ വളർത്തിയ മോൻ മോഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ പൂർണ്ണമായിട്ട് പശ്ചാത്തപിച്ചിട്ടില്ല എന്ന് തന്നെ എൻ്റെ അർത്ഥം. ചെറിയ ചെറിയ സൂചനകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടാ. ഇന്ന ബനക സറഖ്, താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു. വമാ ഷഹിദ്ന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നില്ല. ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾക്ക് അറിവുള്ള കാര്യത്തിനല്ലാതെ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഞങ്ങൾക്ക് അറിയൂ, ഇത്രയേ ഞങ്ങൾക്ക് അറിയൂ. എന്താ അറിയുന്നത്? താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, ഞങ്ങൾ ഗൈബ്, ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? അദൃശ്യം, അൺസീൻ ആയിട്ടുള്ള സംഗതി, മറഞ്ഞിരിക്കുന്ന സംഗതി, അതിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനെ സൂക്ഷിക്കാൻ. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഹിഫ്ള് അല്ലെ, സൂക്ഷിക്കുക. ഒരു ഗൈബും ഞങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് വല്ല സത്യമുണ്ടോ? താങ്കളുടെ മകൻ മോഷ്ടിച്ചു എന്നേ ഞങ്ങൾക്ക് അറിയൂ, ഇതിനപ്പുറത്ത് വല്ലതും പിന്നെ മറിഞ്ഞിരിക്കുന്നുണ്ടോ അത് സൂക്ഷിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് പറയണം. വാപ്പ, ഇത്തവണ ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതെന്താന്ന് വെച്ചാൽ താങ്കളുടെ മകൻ മോഷ്ടിച്ചു, ഈ സത്യം വാപ്പാനോട് പോയി പറയൂ എന്നാണ് ഈ മകൻ പറയുന്നത്. എന്നിട്ടും വീണ്ടും ഒരു ശരിക്കും പിന്നെ ഇപ്പോഴും പിന്നെ ബിനിയാമീനെ അവര് ബസ്സിന്റെ അടിയിൽ അല്ലെ, ത്രോ ഹിം അണ്ടർ ദ ബസ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരത് അറിയില്ല, കാരണം അവർക്ക് അത്രേ അറിയുള്ളൂ, അതാണ് സംഭവം. എന്നിട്ട് അവര് ബാപ്പാനോട് ഒരു ന്യായം പറയുന്നു. വസ് അലിൽ കറിയ, ആ സിറ്റിയിലെ ആളുകളോട് ചോദിക്കൂ. വസ് അലിൽ കറിയ, സിറ്റിയോട് ചോദിക്കുന്ന പറയാ അല്ലെ, പട്ടണത്തോട് ചോദിക്കൂ. അതിന്റെ മീനിങ് എന്താ? പട്ടണത്തിലെ ആളുകളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ആളുകളോട് താങ്കൾ ചോദിച്ചു നോക്കൂ. അല്ലത്തി കുന്നാ ഫീഹ, ഞങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഏത് പട്ടണത്തിലാണോ ഉണ്ടായിരുന്നത് അവിടുത്തെ ആളുകളോട് താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കൂ. സഅല എന്നതിന്റെ അമ്രാണ് വസ് അൽ, ഇസ്അൽ അല്ലെ. താങ്കൾ ഞങ്ങളുടെ ആ സിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളോട് ഒന്ന് ചോദിച്ചു നോക്കൂ. والعير التي كنا فيها അല്ലെ, والعير التي أقبلنا فيها واسأل القرية التي كنا فيها. ഞങ്ങൾ ഉണ്ടായിരുന്ന ആ സിറ്റിയിലെ ആളുകളോട് ചോദിച്ചു നോക്കൂ. വൽ ഐർ, ഐർ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ് പഠിച്ചാണോ അല്ലെ? ഈർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കണ്ട ആരെങ്കിലും? ആ, കച്ചവട സംഘം, കാരവൻ. എത്ര പേരൊക്കെ ഉണ്ടാവും? ഈർ എന്ന് പറയുമ്പോൾ എത്ര പേരൊക്കെ ഉണ്ടാവും എന്നാ പറഞ്ഞ? ഒരു 200 പേരൊക്കെ ഉണ്ടാവും അല്ലെ. എന്ന് പറഞ്ഞാൽ ഇവരുൾപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ പ്രദേശത്തു നിന്നുള്ള കനാനെന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ള മറ്റൊരുപാട് കച്ചവട സംഘങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ലത്തി അക്ബൽന ഫീഹ, അക്ബല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിമുഖീകരിച്ച, അതായത് ഈ രാജാവ് വിളിച്ചല്ലോ, എന്ത് മാതാ തഫ്കിദൂൻ വ അക്ബലു അലൈഹി എന്ന് പറയില്ലേ, എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നില്ലേ? രാജാവിന്റെ നാദ മുനാദിൻ, ഒരാൾ വിളിച്ചു പറഞ്ഞല്ലോ, യാ അയ്യത്തുഹൽ ഐറു ഇന്നക്കും സാരിഖൂൻ, അല്ലയോ കച്ചവട സംഘമേ നിങ്ങളൊക്കെ മോഷ്ടാക്കളാണ് എന്ന് പറഞ്ഞപ്പോ കാലു അക്ബലു അലൈഹിം, അവരുടെ നേരെ തിരിഞ്ഞിട്ട് ഇവർ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന കച്ചവട സംഘം, അതല്ലെങ്കിൽ അതിനുശേഷം മടങ്ങി വന്ന കച്ചവട സംഘം, രണ്ടും ആകാം. അതായത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന കച്ചവട സംഘമുണ്ട്, ഞങ്ങളെ കണ്ടതിന് ശേഷം ഞങ്ങളോട് ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഈ ബിനിയാമിന്റെ സംഭവമൊക്കെ അറിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന കച്ചവട സംഘങ്ങളുണ്ട്, കാരവൻസ് ഉണ്ട്. അവരോടൊക്കെ താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കൂ. വ ഇന്നാ ലസാദിഖൂൻ, ഇത്തവണ ഞങ്ങൾ പറയുന്നത് വ ഇന്നാ ലസാദിഖൂൻ, ഞങ്ങൾ ഉറപ്പായിട്ടും സത്യമാണ് പറയുന്നത്. കാരണം എന്താ? ഇതിനു മുമ്പ് യൂസുഫിനെ കിണറ്റിലിട്ടിട്ട് അവർ വന്ന് പറഞ്ഞെന്താ? യൂസുഫിനെ കിണറ്റിലിട്ടിട്ട് അവർ വന്ന് പറഞ്ഞത് എന്താ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആയത്ത് ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ കൂടി അറബി പറ, ആയത്ത് പറയും, ആയത്ത് പറയും. വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ. വമാ അൻത ബിമുഅ്മിനിൻ ലനാ
വലൗ കുന്നാ സ്വാദിഖീൻ, താങ്കൾ ഞങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കുകയില്ല. വലൗ കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പോലും എന്നാ അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ അവർക്ക് സത്യം പറയുന്നവരല്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു അല്ലെ. എന്താ അവർ പറഞ്ഞത് വാപ്പയുടെ അടുത്ത് ചെന്നിട്ട്? വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ അല്ലെ. അവര് പിതാവിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, യാ അബാന ഇന്നാ ദഹബ്ന നസ്തബിഖ് വതറക്ന യൂസുഫ ഇൻദ മതാഇന ഫഅകലഹു الذئب വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ. പാപ്പ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ കളിച്ചുകൊണ്ടിരിക്കാതെ യൂസുഫിനെ ചെന്നായ പിടിച്ച് തിന്നു. വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് എന്താ? ബിനിയാമിൻ നഷ്ടപ്പെട്ടിട്ട് അവർ വന്ന് പറയുന്നത് എന്താ? ഇന്നാ ലസ്വാദിഖൂൻ, ഇത്തവണ ഞങ്ങൾ തീർച്ചയായും സത്യസന്ധരാണ്, സത്യമാണ് പറയുന്നത് വാപ്പ. സംശയം ഉണ്ടെങ്കിൽ ഇതാ സാക്ഷികൾ, ഇതാ ചോദിച്ചു നോക്ക്. ശരിക്കും അവര് സത്യസന്ധരല്ലേ ഇപ്പോ? അല്ലെ അല്ലെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതെ, അല്ല, അവര് പൂർണ്ണമായിട്ട് സത്യസന്ധരാണ്. പക്ഷേ അവിടെയാണ് പ്രശ്നം. ഒരിക്കൽ നുണ പറഞ്ഞാൽ ചിലപ്പോ ചില വിഷയങ്ങൾ അങ്ങനെയുണ്ട് അല്ലെ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചെന്നായ നുണ ആ എന്താ പറഞ്ഞ ചെന്നായ വരുന്നേ എന്നിട്ട് പിന്നെ സത്യം പറഞ്ഞു. ചെന്നായ, ആട്ടിടയന്റെ കഥ ഉണ്ടല്ലോ. ചെന്നായ വരുന്നെന്ന് പറഞ്ഞ ആളെ കൂട്ടി, പക്ഷെ പിന്നെ ഒറിജിനലി ചെന്നായ വന്നപ്പോഴോ ആരും വന്നില്ല. ചെന്നായ എല്ലാ നാടുകളെയും പിടിച്ചു തിന്നു. അപ്പോ അത്തരം സാഹചര്യങ്ങളെ വിശ്വാസികൾ ഒഴിവാക്കണം. പിന്നെ നമുക്ക് പറയേണ്ടി വരും, ഞാൻ ഇപ്പൊ സത്യമായിട്ടും സത്യമാണ് പറയുന്നത്, വല്ലാഹി ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് വിശ്വാസികൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പൊ അതും ഇതിന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള പാഠമാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, വകാനല്ലാഹു മഅസ്വാദിഖീൻ അല്ലെ, അല്ലെങ്കിൽ കൂനു മഅസ്വാദിഖീൻ. അള്ളാഹു തന്നെ എപ്പോഴും നമ്മളോട്, വിശ്വാസികളോട് പറയുന്ന ഒരു സംഗതിയാണ് കൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോടൊപ്പം ആയിരിക്കൂ, സത്യസന്ധത നിങ്ങളുടെ ശീലമാകട്ടെ എന്നത് അള്ളാഹു ആവർത്തിച്ച് നമ്മളോട് പറയുന്ന സംഗതിയാണ്. ഓക്കെ, അത്രയാണ് ഇന്നത്തെ വിശദീകരണം. ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഉണ്ടോ? ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله.